ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരം തുടരുന്നതിനിടെ ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ വിദേശ പര്യടനം കഴിഞ്ഞ് ഇന്ന് തിരിച്ചെത്തുകയാണ്. പരിഷ്കരിച്ച സർക്കുലറിൽ നിന്നും പിന്മാറില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചാണ് മോട്ടോർ വാഹന വകുപ്പ്. ഈ മാസം 23-ന് ചർച്ച വിളിച്ചിട്ടുണ്ടെന്ന് CITU വാദിക്കുമ്പോഴും അറിഞ്ഞിട്ടില്ലെന്നാണ് മറ്റു സംഘടനകളുടെ നിലപാട്. വിവരങ്ങളുമായി ശാലിനി ചിരികയാണ്. ശാലിനി, ഗുഡ് മോർണിംഗ്. ഇവിടെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മോട്ടോർ വാഹന വകുപ്പിലെ ഈ ഒരു പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും വരികയാണ്. ഈ സമയത്തൊക്കെയും ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ സ്ഥലത്തില്ല, വിദേശത്താണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കാരണം ഇവിടെ എത്രത്തോളം പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അദ്ദേഹം സുഖലോലുപനായി നടക്കുകയാണ് എന്നുള്ള വിമർശനവും ഇതിനിടയിൽ ഉയർന്നു വന്നിരുന്നത്. അത് പാർട്ടിക്കുള്ളിലും ഈ ഇടതുമുന്നണിക്കുള്ളിലടക്കം വ്യാപകമായ വിമർശനങ്ങൾക്ക് ഇടവരുത്തിയിട്ടുമുണ്ട്. ഇവിടെ ഇന്ന് അദ്ദേഹം തിരിച്ചെത്തുന്നു എന്നത് എത്രത്തോളം ഈ സമരക്കാർക്ക് ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. കാരണം ഇനിയെങ്കിലും ഒരു ചർച്ച ഉണ്ടാകും എന്നെങ്കിലും അദ്ദേഹം കരുതുന്നുണ്ടോ? അല്ല, മോട്ടോർ വാഹന വകുപ്പ് ഈ നിലപാടിൽ, ഗതാഗത മന്ത്രി ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഏതെങ്കിലത്തിലുള്ള ഒരു സമവായത്തിനുള്ള സാധ്യത അതെങ്ങനെയാണ് മുന്നിലുള്ളത്? സുരേഷ്, നമസ്തേ, ഗുഡ് മോർണിംഗ്. സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇത്തരത്തിൽ രണ്ട് പ്രശ്നങ്ങളാണ് KSRTC മന്ത്രി അല്ലെങ്കിൽ ഗതാഗത മന്ത്രി എന്ന നിലയിൽ ഗണേഷ് കുമാറിന് മുൻപിൽ ചോദ്യമായി നിൽക്കുന്നത്. ഒന്ന്, മോട്ടോർ വാഹന ഉടമകളുടെ സമരം ഒരു ഭാഗത്ത് ഈ ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നു, മറുഭാഗത്ത് ശമ്പളം ലഭിക്കാതെ ആയിരക്കണക്കിന് ജീവനക്കാർ, KSRTCയിലെ ജീവനക്കാർ പൊറുതിമുട്ടിയ സ്ഥിതി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. സെക്രട്ടേറിയറ്റ് സമീപത്തേക്ക് സമരം ഉൾപ്പെടെ ജീവനക്കാർ നടത്തുന്ന ഒരു സാഹചര്യം. ഈ രണ്ട് കാര്യങ്ങളിലും തീരുമാനമെടുക്കാതെയാണ് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ വിദേശ സന്ദർശനത്തിന് പോയത്. ഈ രണ്ട് സംഭവങ്ങളിലും വിദേശത്തിരുന്നു പോലും ഒരു ഔദ്യോഗിക തീരുമാനമെടുക്കാനോ അതിലൊരു കാര്യമായി ഇടപെടാനോ മന്ത്രി തയ്യാറായിരുന്നില്ല എന്നുള്ളൊരു വിമർശനം അത് CPM-നും ഇടതുമുന്നണിക്കുള്ളിലുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്ന് വിദേശ പര്യടനം പൂർത്തീകരിച്ച് മന്ത്രി തിരികെ എത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ഇന്തോനേഷ്യയിലും ദുബായിലും ഒക്കെ തന്നെ സന്ദർശനം നടത്തിയിരുന്നു. സ്വന്തം വകുപ്പിലെ ജീവനക്കാർ ശമ്പളം ലഭിക്കാതെ ബുദ്ധിമുട്ടുമ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിൽ വിദേശ സന്ദർശനം നടത്തിയത് എന്നുള്ളൊരു ആക്ഷേപം ജീവനക്കാർക്കിടയിൽ തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിന് സമാന്തരമായി തന്നെയാണ് ഈ മോട്ടോർ വാഹന ഉടമകളുടെ പ്രത്യക്ഷ സമരം സംസ്ഥാന വ്യാപകമായി നടക്കുന്നത്. 86ഓളം വരുന്ന ടെസ്റ്റ് കേന്ദ്രങ്ങളിലാണ്, സർക്കാരിന് കീഴിൽ വരുന്ന ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ സമരം അവർ ശക്തമാക്കുകയും ചെയ്തിരുന്നു. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മുട്ടത്തറ, ആനയറ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ശക്തമായ സമരമാണ് ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ അസോസിയേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ സെക്രട്ടേറിയറ്റിന് സമീപത്തേക്ക് അവരൊരു ശക്തമായ പ്രതിഷേധ മാർച്ചും സംസ്ഥാന വ്യാപകമായിട്ടുള്ള ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ എത്തി നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പരിഷ്കരിച്ച സർക്കുലർ, അത് 4/2024 എന്ന സർക്കുലർ പിൻവലിക്കണമെന്നൊരു ആവശ്യമാണ് ഓരോ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ആ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നൊരു നിലപാട് ഗതാഗത മന്ത്രി എടുത്തു കഴിഞ്ഞു. തൊട്ടു പിന്നാലെ തന്നെയാണ് ഒരു അനുനയ നീക്കം എന്നോണം ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുമായി അവരുടെ സംഘടനാ പ്രതിനിധികളുമായിട്ടൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ഗതാഗത കമ്മീഷണർ യോഗം ചേർന്നത്. പക്ഷേ ആ യോഗം തീരുമാനമാകാതെ പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഔദ്യോഗികമായി ചില പരിഷ്കാരങ്ങൾ അതിൽ വരുത്തിയെങ്കിൽ പോലും ആ പരിഷ്കരണത്തോട് പോലും തങ്ങൾ സഹകരിക്കില്ല, തങ്ങൾ മുന്നോട്ട് വെക്കുന്ന ചില ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ പ്രതിഷേധ സമരം തുടരുമെന്നൊക്കെയാണ് ഈ സംഘടനാ പ്രതിനിധികൾ. ഇവിടെ ഏറ്റവും വിലയിരുത്തേണ്ട ഒരു വസ്തുത, ഈ ഗതാഗത മന്ത്രിസ്ഥാനം ഗണേഷ് കുമാർ ഏറ്റെടുത്ത ആ ദിവസം മുതൽ തുടങ്ങിയതാണ് ചില പരിഷ്കാര നടപടികൾ. പക്ഷേ ആ പരിഷ്കാരങ്ങളൊക്കെയും തിരിച്ചടിയാകുന്ന ഒരു സാഹചര്യമാണ് പിന്നീട് കണ്ടത്. അദ്ദേഹം സ്ഥാനം ഏറ്റെടുക്കുന്നു, തൻ്റെതായ രീതിയിൽ ചില പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തുന്നു, അത് തൻ്റെ വകുപ്പിൽ നിന്ന് അടക്കം വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നു. ഒടുവിൽ ഈ ഒരു പ്രതിഷേധത്തിൻ്റെയൊക്കെ ഭാഗമായി ഒരു ആശ്വാസം കണ്ടെത്താനുള്ള ഒരു യാത്ര എന്ന് പോലും ഗണേഷ് കുമാറിൻ്റെ വിദേശയാത്രയെ പരിഹസിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിൻ്റെ ആ തരത്തിൽ നമുക്ക് വിലയിരുത്താനും കഴിയുമല്ലേ? കാരണം ഒരു ഭാഗത്ത് ശാലിനി പറഞ്ഞതുപോലെ തന്നെ KSRTC ജീവനക്കാർക്ക് ശമ്പളമില്ല, ഒരു ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ പരിഷ്കരണം കൊണ്ട് തന്നെ പ്രതിഷേധം ഉടലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇനി ഗണേഷ് കുമാറിന്റെ നിലപാട് എന്തായിരിക്കും എന്നതാണ് ഇനി വരും ദിവസങ്ങളിലെ ശ്രദ്ധേയമല്ലേ? തീർച്ചയായും സുരേഷ്, കാരണം അദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്കധികം യാത്ര ചെയ്തതിനു ശേഷം തിരികെ കേരളത്തിലേക്ക് എത്തുകയാണ്. പ്രധാനമായും ഗതാഗത മന്ത്രിക്ക് മുൻപിൽ വെല്ലുവിളിയായി നിൽക്കുന്ന ഈ രണ്ട് പ്രശ്നങ്ങളാണ്. ഇതിലൊരു ശാശ്വതമായ പരിഹാരമാണ് ഇരു കൂട്ടരും ആവശ്യപ്പെടുന്നത്. സ്വാഭാവികമായും 23-ാം തീയതി യോഗം വിളിച്ചിട്ടുണ്ട്. മന്ത്രിയുമായി നേരിട്ടൊരു യോഗത്തിന് വഴിയൊരുങ്ങുകയാണ് എന്നുള്ളതാണ് ഇടതനുകൂല സംഘടനയായ CITU വ്യക്തമാക്കുന്നത്. പക്ഷേ മറ്റ് ഈ സംയുക്ത സമരസമിതിയിലുള്ള മറ്റ് യൂണിയനുകൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് തങ്ങളെ ആരെയും വിളിച്ചിട്ടില്ല. ആ ഒരു ചർച്ചയ്ക്ക്
ചർച്ചയ്ക്കുള്ള സാധ്യതകളും തെളിയുന്നില്ല എന്നുള്ളതൊക്കെയാണ്. എന്തായാലും നിലപാടിൽ ഉറച്ച ഗതാഗത മന്ത്രിയും MVDയും തുടരുന്ന ഒരു സാഹചര്യം ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അതേപോലെ തന്നെ സമരം തുടരുമെന്നുള്ള നിലപാടിൽ സംയുക്ത സമരസമിതി സംഘടനാ പ്രതിനിധികൾ തുടരുന്ന ഒരു പശ്ചാത്തലം. എന്തായാലും ആദ്യമായിട്ടായിരിക്കാം ഒരുപക്ഷെ 23-ന് ഒരു ചർച്ച നടക്കുകയാണെങ്കിൽ പോലും ഈ ഒരു 4/2024 സർക്കുലറുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ടായിരിക്കും മന്ത്രി നേരിട്ടൊരു ചർച്ചയ്ക്ക് എത്തുന്നത് എന്നുള്ളൊരു കാര്യം കൂടി ആ ഒരു ചർച്ചയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിലപാട് കടുപ്പിക്കാൻ തന്നെയായിരിക്കും ഗതാഗത മന്ത്രിയുടെ തീരുമാനം എന്നുള്ളതിൽ സംശയമില്ല. സുരേഷ് സൂചിപ്പിച്ചതുപോലെ വന്ന അന്നു മുതൽ അല്ലെങ്കിൽ ആ ഗതാഗത മന്ത്രിയുടെ കസേരയിൽ ഇരുന്നത് മുതൽ തുടങ്ങിയ പരിഷ്കരണങ്ങളൊക്കെ തന്നെ വകുപ്പിലെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് CPM-നുള്ളിലും വലിയ രീതിയിലുള്ള പ്രതിരോധവും ഇടതുമുന്നണിക്കുള്ളിലും വലിയ രീതിയിലുള്ള പ്രതിരോധം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. കാരണം അത്രയധികം വിമർശനങ്ങൾ ഗതാഗത മന്ത്രിക്കെതിരെ ഉയരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. എന്തായാലും ഇന്ന് മടങ്ങിയെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ഔദ്യോഗികമായി നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഒപ്പം തന്നെ സംയുക്ത സമരസമിതിയുടെ പ്രതിഷേധം ഒരു ഭാഗത്ത് തുടരുന്നു. ഇന്നലെ മുട്ടത്തറയിലടക്കം ഈ സമരം നടക്കുന്ന സമയത്ത് തന്നെ ടെസ്റ്റുകൾ നടത്തുന്ന ഒരു സാഹചര്യം MVDയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ ആ ടെസ്റ്റുകൾക്ക് നേരെ വലിയ രീതിയിൽ കൂകി വിളിക്കുന്ന ഒരു സാഹചര്യം ഇത്തരത്തിൽ സമരം നടത്തുന്നവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നും സമാനമായ ടെസ്റ്റുകൾ നടത്താൻ തന്നെയായിരിക്കും MVDയുടെ തീരുമാനം. പക്ഷേ അതിനെ തടയുക അല്ലെങ്കിൽ അതിന് മുൻപിൽ പ്രതിഷേധിക്കുക എന്ന നിലപാട് തന്നെയായിരിക്കും ഈ സംയുക്ത സമരസമിതിക്കുമുള്ളത്. സമാന സാഹചര്യത്തിൽ തന്നെയാണ് ഈ നിർണായകമായിട്ടുള്ള ഘട്ടത്തിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഇന്ന് തിരികെ കേരളത്തിലേക്ക് എത്തുന്നതും. സുരേഷ്, പ്രതിഷേധങ്ങൾക്കൊടുവിൽ ശമ്പളം കിട്ടാതെയുള്ള പ്രതിസന്ധികൾക്കൊടുവിലാണ്, അതിനിടയിലാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ വിദേശ പര്യടനം കഴിഞ്ഞ് തിരിച്ചെത്തുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഇനിയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ, അതോ വന്ന ഉടനെ മറ്റേതെങ്കിലും തരത്തിലുള്ള പരിഷ്കാരങ്ങൾ പ്രഖ്യാപിക്കുമോ എന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത്. ഏതായാലും ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.